നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തിരിച്ചടികളുടെ കൂമ്പാരത്തിന്മേൽ നിൽക്കുന്ന സി എസ് കെക്ക് മറ്റൊരു തിരിച്ചടിയായിട്ട് അവരുടെ നായകൻ ഋതുരാജ് ഗെയ്ക്വാദിനെ കൂടി നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് ഇന്നത്തെ മത്സരത്തിൽ അവർ കെ കെ ആറിനെതിരെ ചെപ്പോക്കിലിറങ്ങുന്നത്. ചെപ്പോക്കിൽ തുടരുന്ന തോൽവികൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് പലരും ഉറ്റുനോക്കുന്നത്. ചെപ്പോക്കിലെ പിച്ചിലും സി എസ് കെക്ക് വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്താണ്? ചെപ്പോക്കിലെ പിച്ച് ഒരു മിസ്റ്ററി ആയിട്ട് തുടരുന്നു ഏതാണ് എല്ലാവരും നിരീക്ഷിക്കുന്നത്. സ്റ്റീഫൻ ഫ്ലെമിംഗും അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിക്കും ഇന്നത്തെ കളിയിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സി എസ് കെയുടെ നായകനായിട്ട് എം എസ് ഡി വരുന്നു എന്നുള്ള സന്തോഷം പല ആരാധകർക്കുമുണ്ട്. ശരിയാണ്, എം എസ് ഡി നായകനായി വരിക എന്നുള്ളത് അത് വേറെ ഒരു വൈബ് നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഋതുരാജ് എന്ന ബാറ്റർക്ക് പകരം ആരെ ഇറക്കും? അതൊരു ചോദ്യമാണ്. ഹൂഡയെ മധ്യനിരയിൽ ഒരിക്കൽ കൂടി ഇറക്കുമോ? അതല്ല ത്രിപാഠി വരുമോ? ത്രിപാഠി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. വീണ്ടും ത്രിപാഠിക്ക് അവസരം കൊടുത്തേക്കും. അപ്പോൾ സി എസ് കെയുടെ ഒരു പ്ലേയിങ് 12 നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ത്രിപാഠി, ഡെവൻ കോൺവായ്, രജിൻ രവീന്ദ്ര, ശിവൻ ഡ്യൂബെ, വിജയ് ശങ്കർ, രവീന്ദ്ര ജഡേജ, എം എസ് ധോനി, ആർ അശ്വിൻ, നൂർ അഹമ്മദ്, മുകേഷ് ചൗധരി, ഖലീൽ അഹമ്മദ്. നമ്പർ 12 ഇമ്പാക്റ്റ് സബായിട്ട് മദീഷ പതിരാന. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സി എസ് കെയുടെ ഒരു 12. തീർച്ചയായിട്ടും ഋതുവിനെ അവർ മിസ് ചെയ്യും. അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളിടത്താണ് ഇന്നത്തെ കളിയുടെ റിസൾട്ട് കിടക്കുന്നത്. അതേസമയം കെ കെ ആറിൻ്റെ ഭാഗത്ത് കണ്ടീഷൻസ് സ്പിന്നിന് അനുകൂലമാവുകയാണെങ്കിൽ അവർ മൊയ്ൻ അലിയെ കൂടി ഇറക്കിയേക്കും. അങ്ങനെയെങ്കിൽ സ്പെൻസർ ജോൺസിനെ അവർ പുറത്തിരുത്തും. ചെപ്പോക്കിലെ പിച്ചിനെ നന്നായിട്ട് അറിയാവുന്ന ആളുകളിൽ ഒരാളാണല്ലോ മൊയ്ൻ അലി. ആ അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ കെ കെ ആർ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കെ കെ ആറിൻ്റെ പ്രോബബിൾ 12 നമ്മൾ പോയാൽ ക്വിൻ്റൻ ഡീകോക്ക്, സുനിൽ നരേൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട്, അജിങ്ക്യ രഹാന് പിന്നാലെ വരും. നമ്പർ 4 വെങ്കിടേഷ് അയ്യർ, നമ്പർ 5 അങ്കരീഷ് രഘുവൻഷി, ദെൻ റിങ്കു സിംഗ്, ദെൻ ആന്ദ്രെ റസൽ, രമൺദീപ് സിംഗ് അറ്റ് നമ്പർ 8. മൊയ്ൻ അലി കളിക്കുകയാണെങ്കിൽ ഈ ബാറ്റിംഗ് ഓർഡറിന് മാറ്റമുണ്ടാകും. സ്പെൻസർ ജോൺസൺ ഉണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ സ്പെൻസർ ജോൺസൺ തന്നെ നമ്പർ 9 വരും. ഹർഷിത് റാണ നമ്പർ 10, വൈഭവ് അറോറ നമ്പർ 11, ഇമ്പാക്റ്റ് സബായിട്ട് വരുൺ ചക്രവർത്തി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കെ കെ ആറിൻ്റെ ഒരു പ്ലേയിങ് 12 എന്ന് പറയുന്നത്. മികച്ചൊരു പോരാട്ടമെന്ന് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരിരിക്കുന്നത്. തിരികെ വന്നേ പറ്റൂ സി എസ് കെക്ക്. അതുപോലെ തന്നെ ഇപ്പം ബോട്ടം ഹാഫിൽ തന്നെയാണ് കെ കെ ആറും ഉള്ളത്. അവരുടെ കാര്യവും അത്ര മികച്ച രൂപത്തിലല്ല. അവരും ഇന്ന് വിജയിക്കാനായിട്ട് പോരാടും. ഒരു തീപ്പൊരി കളി തന്നെ നമുക്ക് കാണാൻ പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.